സോ ഹായ് ഗെയ്സ്, യൂട്യൂബിൽ ഐ തിങ്ക് നമ്മുടെ ഫസ്റ്റത്തെ വീഡിയോ ആണ്. ഇൻസ്റ്റഗ്രാമിൽ വീഡിയോ ചെയ്യുന്ന ഒരു ടീമാണ്. ഒരുപാട് ചലഞ്ചസ് ഹോസ്റ്റ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് വീഡിയോസാണ് നമ്മൾ കൂടുതൽ ചെയ്യുന്നത്. അതായത് ബേസിക്കലി പറയുകയാണെങ്കിൽ ആൾക്കാർക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള രീതിക്കുള്ള ചലഞ്ചസ് ഹോസ്റ്റ് ചെയ്യുന്ന ഒരു ടീമാണ്. സോ നമ്മുടെ ഈ പേര് തന്നെയാണ് നമ്മുടെ ഇൻസ്റ്റഗ്രാം ഐ ഡിക്കും. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇന്ന് നമ്മുടെ ഒരു വീഡിയോയുടെ ബിഹൈൻഡ് ദ സീൻ ചെയ്യാൻ പോവുകയാണ്. അതാണ് ശരിക്കും ബേസിക്കലി പറഞ്ഞാൽ ഈ ഒരു വീഡിയോയുടെ ഉദ്ദേശം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്കല്ല ഈ ഒരു ചലഞ്ചസ് ഒക്കെ ചെയ്യുന്നത്. നമുക്കൊരു ടീമുണ്ട്. ഒരു 3 പേരുടെ ഒരു ടീമാണ് നമ്മളിതൊക്കെ കൂടുതലും ഹോസ്റ്റ് ചെയ്യുന്നത്. സോ എങ്ങനെയാണ് ആ ടീം വർക്ക് ചെയ്യുന്നത്, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നിങ്ങൾ ഈ വീഡിയോയിൽ കവർ ചെയ്യുന്നുണ്ടാവുക. സോ നമ്മൾ ഇന്ന് ഒരു ചലഞ്ച്, നമ്മൾ യുണീക്കായിട്ടൊരു ചലഞ്ച് ഹോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് റോഡ് നിയമങ്ങൾ പാലിക്കുന്നവർക്ക് ഫുൾ ടാങ്ക് പെട്രോൾ എന്നുള്ളൊരു കൺസെപ്റ്റിൽ നമ്മളൊരു ചലഞ്ച് ഹോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇന്ന് അതിൻ്റെ ഫസ്റ്റ് വീഡിയോ നമ്മൾ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ആ പേജിൽ പോയി ചെക്കൗട്ട് ചെയ്ത് നോക്കാം. ഇന്ന് അതിൻ്റെ സെക്കൻഡ് വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ നമ്മൾ പോകാൻ പോകുന്ന പമ്പ് എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ ജില്ലയിൽ കൊടുങ്ങല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് എടവിലങ്ങ് എന്ന് പറഞ്ഞ പമ്പിലാണ് നമ്മൾ പോകാൻ പോകുന്നത്. എടവിലങ്ങ് വരുന്ന പമ്പിലാണ് പോകാൻ പോകുന്നത്. ഇന്ത്യൻ ഓയിലാണ് പമ്പ് വരുന്നത്. സോ ഇന്ത്യൻ ഓയിൽ എന്ന് ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഏത് പമ്പിലായാലും നമ്മൾ പോവും. അത് നല്ലൊരു പമ്പാണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഐഡിയക്ക് പറ്റിയൊരു ലൊക്കേഷൻ കിട്ടുന്നൊരു പമ്പും കൂടെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ പമ്പിലാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. സോ ആ വീഡിയോക്ക് എന്തൊക്കെ കാര്യങ്ങൾ വേണം, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, നമ്മുടെ ടീം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട്, ഇതിൻ്റെ ബിഹൈൻഡ് ദ സീനാണ് ശരിക്കും പറഞ്ഞാൽ ഈ വ്ളോഗ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ നമ്മളിപ്പോൾ അങ്ങോട്ട് പുറപ്പെടാൻ നിൽക്കുകയാണ്. അതിന് മുമ്പ് നമുക്ക് നമ്മുടെ ടീം മെമ്പേഴ്സിനെ പിക്ക് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് മെമ്പറിനെ പിക്ക് ചെയ്യാനാണ് ഞാനിപ്പോൾ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ മെമ്പറിനെ പിക്ക് ചെയ്തിട്ട് നമ്മൾ ലൊക്കേഷനിൽ പോവും. ലൊക്കേഷനിൽ പോയിട്ട് അവിടെ ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള വിശേഷങ്ങളൊക്കെയാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നുണ്ടാവുക. ഐ ഹോപ്പ് യു ഗൈസ് വിൽ എൻജോയ് ദിസ് വീഡിയോ ആൻഡ് സപ്പോർട്ട് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളും മാക്സിമം ചെയ്യാനായിട്ട് നോക്കുക. കാരണം എല്ലാവരും റോഡ് നിയമങ്ങളൊക്കെ പാലിക്കുക, നല്ല രീതിക്ക് വണ്ടി ഓടിക്കുക. നിങ്ങൾക്കും ഫുൾ ടാങ്ക് കിട്ടും. അപ്പോൾ എല്ലാവരും ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മളും ഹെൽമെറ്റ് ഇട്ടിട്ടാണ് വണ്ടി എടുക്കുന്നത്. അപ്പോൾ നിങ്ങളും റോഡ് നിയമം പാലിച്ച് വണ്ടി ഓടിക്കുക. നമ്മുടെ ടീമിലെ ആദ്യത്തെ മെമ്പർ പെൻസി. നമ്മുടെ ടീമിലെ രണ്ടാമത്തെ മെമ്പർ ശരത്. ഗൈസ്, പമ്പിൽ പ്രശ്നമൊന്നുമില്ല. നമ്മൾ മാനേജറായിട്ട് സംസാരിച്ചു. ഇപ്പോൾ ഷോർട്ടേജ് ഉണ്ടെന്നുള്ളൊരു ന്യൂസ് ഉണ്ടല്ലോ. അപ്പോൾ അത് ഇപ്പോൾ നിലവിൽ കുഴപ്പമൊന്നുമില്ല. കാരണം ഏതൊക്കെയുണ്ടാ? ഇന്ത്യ, റഷ്യ, ചൈന, പാകിസ്ഥാൻ, ഇറാഖ് ഈ രാജ്യങ്ങൾക്കൊക്കെ ഹോർമൂസ് കടലെടുക്ക് തുറന്നു കൊടുക്കണമെന്നൊക്കെയാണ് മാനേജർ പറഞ്ഞത്. അപ്പോൾ പിന്നെ നമുക്ക് വലിയ ഇഷ്യൂസ് ഒന്നും ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റും. ഓക്കെ, ലൊക്കേഷൻ വരുന്നത് കൊടുങ്ങല്ലൂർ എടവിലങ്ങ്. അപ്പോൾ അവിടെയാണ് നമ്മൾ ആദ്യമായിട്ട് ചലഞ്ച് ചെയ്യാൻ പോകുന്നത്. സോ നമ്മൾ ഫസ്റ്റ് അവിടെ ഒരു വളവുണ്ട്. അപ്പോൾ കുന്നേനിയിലോട്ടുള്ളൊരു വളവുണ്ട്. അപ്പോൾ ആ കുന്നേനി എന്ന് പറഞ്ഞ ലൊക്കേഷൻ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ ഇട്ട് വരുന്ന ആൾക്കാർക്കാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. പിന്നെ ഇതാണ് നമ്മുടെ ടീം, 3 പേര്. അപ്പോൾ ഇത് ശരത്ത്, നമ്മുടെ ക്യാമറാമാൻ കം എഡിറ്റർ. ഇത് ഇവൻ്റെ തലേന്നാണ് ഈ കണ്ടന്റുകളൊക്കെ വരുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ 3 പേരും കൂടെയാണ് ഈ ഒരു പരിപാടി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും സപ്പോർട്ട് മാക്സിമം പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് നേരെ അവിടെ പോയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ തീരുമാനിച്ചേക്കുന്നത് ആ വളവാണ്. ഈ ആ വളവ് വളഞ്ഞ് ഇൻഡിക്കേറ്ററും ഹെൽമെറ്റും അതേപോലെ തന്നെ നമ്മുടെ കുറച്ച് ക്രൈറ്റീരിയ ഉണ്ട്. അതായത് ആർ സി ബുക്ക് അല്ലല്ല, പൊല്യൂഷൻ, അതേപോലെ തന്നെ ഇൻഡിക്കേറ്റർ, ഹെൽമെറ്റ്, ഈ 3 ഉള്ളവർക്ക് നമ്മൾ ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ച് കൊടുക്കാമെന്ന് തീരുമാനിച്ചേക്കണേ. ഏകദേശം 1 മണിക്കൂറല്ലേ, 1 മണിക്കൂറായി നമ്മളിവിടെ നിൽക്കണത്. പക്ഷേ ഒരാളും ഹെൽമെറ്റ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ വളയും ഇൻഡിക്കേറ്റർ ഇടുന്നില്ല. ആകെ പ്രശ്നമാണ്. ഇതേ അവിടെ കുറച്ച് നേരമായി നിൽക്കണത്. നമ്മൾ റോഡ് നിയമങ്ങൾ പാലിക്കണവർക്ക് ഫുൾ ടാങ്ക് പെട്രോൾ എന്നുള്ളൊരു ഐഡിയയിൽ വന്നേക്കണത്. നമ്മളിപ്പോൾ ശ്രദ്ധിച്ചപ്പോൾ ചേട്ടൻ ആ വളവ് ഇൻഡിക്കേറ്റർ ഇട്ടിട്ടാണ് തിരിഞ്ഞേക്കണത്. 2 പേർക്ക് ഹെൽമെറ്റും ഉണ്ട്. അപ്പോൾ ഒരു കാര്യം കൂടി ഉണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ച് തരും. അപ്പോൾ നമ്മൾ നമ്മുടെ ആദ്യത്തെ ചലഞ്ച് ഏതായാലും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. കുറേ പേര് നിർത്താണ്ട് പോയിട്ട്, ഓക്കെ, കുറേ പേര് നിർത്താണ്ട് പോയി. കുറേ പേര് നിയമങ്ങൾ പാലിക്കണില്ല. അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ ഏരിയനെ കുറ്റം പറയുന്നതല്ല. പക്ഷെ എന്നാലും ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നമുക്ക് കിട്ടി. കാരണം നമുക്ക് ആദ്യമായിട്ടാണ് ഒരു വീഡിയോ 1 മണിക്കൂർ 1.5 മണിക്കൂർ ലാഗ് കിട്ടണത്. സാധാരണ നമ്മളിപ്പോൾ കഴിഞ്ഞ ചലഞ്ച് ചെയ്തപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് തീർക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ലൊക്കേഷൻ ഇച്ചിരി ടൈം ലാഗ് വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് ഈ ഒരു പ്രശ്നങ്ങളും ഉണ്ട്.
ലാസ്റ്റ് നമുക്ക് ഒരു ചേട്ടനെയും ചേച്ചിനെയും കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഫുൾ വീഡിയോ നിങ്ങൾക്ക് കാണണമെന്നാണെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ പോയി നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഏകദേശം ഇത്രയൊക്കെയാണ് നമ്മളൊരു വീഡിയോയുടെ പിന്നാമ്പുറത്ത് കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കുന്നത്. പിന്നെ ഏതായാലും ഒരു അടിപൊളി അടുത്ത വ്ളോഗായിട്ട് നമുക്ക് പിന്നെയും കാണാം. അപ്പൊ നമ്മുടെ ടീം ഫാൻസി പിന്നെ അതേപോലെ തന്നെ അടുത്ത വീഡിയോ എടുത്തോണ്ടിരിക്കണം. അപ്പൊ സൈനപ്പ് ചെയ്യണം. പിന്നെ ഏതായാലും അടുത്ത വ്ളോഗിൽ കാണാം.